അപ്പോൾ ഇനിയുള്ള വാർത്ത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പ് യുദ്ധത്തിന് തയ്യാറാക്കുന്ന സംഭവം തന്നെയാണ്. ജർമ്മൻ ലോ മേക്കേഴ്സ് അപ്രൂവ് പ്ലാൻ ടു അട്രാക്ട് മോർ മിലിറ്ററി റിക്രൂട്ട്സ് ദാറ്റ് സ്റ്റോപ്പ് ഷോർട്ട് ഓഫ് കോൺസ്ക്രിപ്ഷൻ. റഷ്യന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ജർമ്മനിയിൽ ഈ പറഞ്ഞ പോലെ പരിപാടികൾ നടക്കുന്നതാണ് കാണുന്നത്. അതാണ് ഒന്നാമത്തെ വാർത്ത. ഇതേപോലെ നോർവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോർവേ ടു ബൈ 2 more സബ്മറീൻസ് ലോങ് റേഞ്ച് മിസൈൽസ്. നോർവേയിൽ നടന്നുകൊണ്ടിരിക്കും സംഭവം. അവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിലും റഷ്യന്റെ കാര്യത്തിൽ അവർക്കൊക്കെ ഒരു ഭയമുണ്ട്. കാരണം റഷ്യന്റെ ഈ പറഞ്ഞ പോലെ റഷ്യന്റെ ഈ പറഞ്ഞ ഡ്രോൺസിനൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് ഡെൻമാർക്കിലും നോർവേയിലും ഫിൻലൻഡിലും സ്വീഡനിലും ഒക്കെ റഷ്യന്റെ ഹെലികോപ്റ്റേഴ്സും ഡ്രോൺസിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാറ്റോന്റെ ഇത് പ്രകാരം റഷ്യ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാത്തിടത്തോളം കാലം തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ റഷ്യ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇൻഡയറക്റ്റ് വാർഫെയർ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പൈനൊക്കെ വെച്ചിട്ട് ഇപ്പൊ കളിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വീഡൻ വാണ്ട്സ് ടു സ്ട്രിപ്പ് ഓർഗനൈസ്ഡ് ക്രൈം ലീഡേഴ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഇത് കാലങ്ങൾക്ക് മുന്നേ 10 വർഷം 20 വർഷം മുന്നേ UAE പറഞ്ഞിട്ട് സ്വീഡൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴാണ് ബോധം വരുന്നത് എന്നുള്ളതാണ്. സ്വീഡൻ വാണ്ട്സ് ടു സ്ട്രിപ്പ് ഓർഗനൈസ്ഡ് ക്രൈം ലീഡേഴ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാരെ തന്നെ പിന്നെ ക്രൈം, അത് സ്വീഡൻ സിറ്റിസൺ ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, അവര് പിന്നെ എന്താ പറയാ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതാണ് അടുത്ത വാർത്ത. അതായത് ഇസ്രായേലിന്റെ കാര്യം തന്നെയാണ്. ഇസ്രായേൽ അപ്രൂവ്ഡ് ഫോർ 2026 യൂറോവിഷൻ. സ്പെയിൻ ആൻഡ് നെതർലാൻഡ്സ് അനൗൺസ് വിത്ഡ്രോവൽ. അതായത് ഇസ്രായേൽ പങ്കെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ കൾച്ചർ ചെയ്യാണ്. അയർലൻഡും ചെയ്തു, സ്പെയിനും ചെയ്യുന്നു, നെതർലൻഡ്സും ചെയ്യുന്നു. സ്പെയിന് നേരത്തെ ലെഫ്റ്റ് വിങ് ആയിരുന്നു, അയർലൻഡ് ലെഫ്റ്റ് വിങ് ആണ്. നെതർലൻഡ്സിന് കഴിഞ്ഞ ഇലക്ഷൻ വരെ ഗീറ്റ് വിൽഡേഴ്സിന്റെ റൈറ്റ് വിങ് ആയിരുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ അവിടെ ലെഫ്റ്റ് വിങ് കയറി, ഗേറ്റ് വിൽഡേഴ്സ് തോറ്റു, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ് കയറി. അപ്പൊ തന്നെ അവർ ഇസ്രായേലിനെതിരെയുള്ള പരിപാടികളും തുടങ്ങി. പിന്നെ ഗ്രീസിൽ നിന്നിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് ഗ്രീസിൽ ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിന് ലോൺ കൊടുക്കാത്തത് കൊണ്ടും ഫാമേഴ്സിന് സബ്സിഡി കൊടുക്കാത്തത് കൊണ്ടും ഫാമേഴ്സ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവം ഗ്രീസിൽ നടന്നുകൊണ്ട് ഇതിന് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇതേപോലെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് എന്താ പറയുക, കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. അത് അവരെ കുറെ പേര് പാരനോയിഡ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു പ്രവണത. അവരെ കുറെ പേര് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഓപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ. അങ്ങനത്തെ ഒരു വശമുണ്ട്. വേറെ കുറച്ച് വശങ്ങൾ അതിലൊക്കെ പറയാനുണ്ട്, അതിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഗ്രീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അടുത്ത വാർത്ത. അപ്പോൾ യൂറോപ്പിന്റെ വാർത്തകൾ കഴിഞ്ഞു ആരിഫ് ഭായ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ. എന്തായാലും കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇനി ഈ റഷ്യ ഉക്രൈൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റഷ്യ ഇപ്പോഴും അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഈ പറഞ്ഞ പോലെ ഉക്രൈനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരിയുള്ള വാർത്തകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെയുള്ള ഒരു വാർത്ത. പിന്നെ റഷ്യ ഉക്രൈൻ തന്നെയാണ്. കുറെ പറഞ്ഞത് കൊണ്ട് അതിലോട്ട് ഇപ്പോൾ അധികം പോകണില്ല. തെളിവ് കാണിച്ചു എന്നേ ഉള്ളൂ, ഇനി തെളിവില്ല എന്ന് പറയണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ മോദിജി പുടിനായിട്ടൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഭാഗത്തു കൂടി നടക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള കമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി റഷ്യ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് തന്നെ പലരും മുഴുവനായിട്ട് കാണുന്നില്ല ആരിഫ് ഭായ്. എന്നിട്ട് ആ വീഡിയോസിൽ തന്നെ നമ്മൾ തെളിവുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വീഡിയോസ് അവിടെയും ഇവിടെയും കണ്ടിട്ട് തെളിവ് എവിടെയാന്നൊക്കെ വന്നിട്ടാണ് ചോദിക്കുന്നത്. UK സാങ്ഷൻസ് റഷ്യ ആഫ്റ്റർ ഇൻക്വയറി ഫൈൻസ് പുടിൻ റെസ്പോൺസിബിൾ ഫോർ നെയർ ഏജന്റ് അറ്റാക്ക് ഓൺ ബ്രിട്ടീഷ് സോയിൽ. അതായത് UK ഈ പറഞ്ഞ പോലെ സ്പൈസിനെ ഉപയോഗിച്ചിട്ട്, നെർവ് ഏജന്റ് ഒക്കെ സ്പൈസിനെ ഉപയോഗിച്ചിട്ട് ബോംബ് സ്ഫോടനം നടത്തുന്ന പരിപാടികൾ ഏതുപോലാണ് ഇറാനും മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ യൂറോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ റഷ്യയും യൂറോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റഷ്യ അല്ല നമുക്കുള്ള പ്രശ്നം. നമുക്ക് പുടിൻ എന്ന് പറയുന്ന പുടിൻ്റെ ഭരണകൂടത്തിനോടാണ് നമുക്ക് എതിർപ്പുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. റഷ്യനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അതിലോട്ട് അധികം ഇനി വേറൊരു വാർത്തയും കൂടി ഉണ്ട്. റഷ്യ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കുറേ ആൾക്കാർ തെളിവുകൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യ
യാ പോളണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് USSR കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന USSRന്റെ കീഴിലും നാസികളെ കീഴിലൊക്കെ അനുഭവിച്ച രാജ്യങ്ങളാണ് ബാൾട്ടിക് കൺട്രീസും വിസഗ്രാഡ് കൺട്രീസും. അപ്പോ ഇപ്പൊ അവര് നാസികൾക്ക് എതിരാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരാണ്, അതായത് തീവ്ര വലതുപക്ഷത്തിനെതിരാണ്, തീവ്ര ഇടതുപക്ഷത്തിന് എതിരാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പോ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഷെയർഡ് വിക്ടംഹുഡിന്റെ ആ ഒരു എമ്പതി കാരണം പോളണ്ടും ഈ പറഞ്ഞ പോലെ വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസും ബാൾട്ടിക് കൺട്രീസൊക്കെ വളരെയധികം ഉക്രൈനിയൻസിനെ സഹായിച്ചിട്ടുണ്ട്. ഉക്രൈനിയൻസിനെ ഏറ്റവും കൂടുതൽ യൂറോപ്പിലോട്ട് എടുത്തത് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്ന രാജ്യമാണ് പോളണ്ട്. അപ്പോൾ പോളണ്ടിന് യുക്രൈനിലോട്ട് ഒരു റെയിൽവേ പാത ഉണ്ട്. അതിലൂടെ പിന്നെ സ്പെസിഫിക്കലി ഇപ്പൊ അവര് അതിനിപ്പോ ഉപയോഗിക്കുന്നത് പോളണ്ടിൽ നിന്ന് ഉക്രൈനിന് ഈ പറഞ്ഞതുപോലെ പിന്നെ വേണ്ട സഹായ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന മിലിറ്ററി സപ്ലൈസും ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സപ്ലൈസ് ഒക്കെ എത്തിച്ചു കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിന് റഷ്യ സാബോട്ടാജ് ചെയ്തു. അതിന് ആ റെയിൽപാളത്തിന് അവർ ബോംബ് വെച്ച് തകർത്തു. അപ്പോൾ ഇത് പോളണ്ടിൽ നിന്ന് തന്നെയുള്ള നമ്മളൊരു സുഹൃത്താണ് പറഞ്ഞത്. അതിന്റെ പേരിൽ നമ്മൾ റിസർച്ച് നടത്തിയതാണ്. അപ്പോൾ ഇത് അങ്ങനെയാണ് പറയണത്. അപ്പോൾ ചോദിക്കും, അപ്പൊ റഷ്യ അങ്ങനെ ഒരു വാർഫെയർ നടത്തി കഴിഞ്ഞാൽ പോളണ്ട് നാറ്റോന്റെ അംഗമായതുകൊണ്ട് നാറ്റോക്ക് ആക്രമിച്ചൂടെ എന്നുള്ളത്. പക്ഷെ അവിടെയാണ് റഷ്യന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള കുബുദ്ധി കളിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യ അവിടെ ഉക്രൈനിൽ നിന്നിട്ടുള്ള ആൾക്കാരെ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച് സ്പൈ ആക്കി ഉപയോഗിച്ചിട്ടാണ്, അവരെ വെച്ചിട്ടാണ് ഇത് ബോംബ് പൊട്ടിച്ചത്. അപ്പോൾ ഉക്രൈൻ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ നാറ്റോക്ക് ഡയറക്ട്ലി അവിടെ പിന്നെ ഇടപെടാൻ പറ്റത്തില്ല ഈ ഒരു വിഷയത്തിൽ. ഇങ്ങനെയാണ് റഷ്യ തിരിഞ്ഞു മറിഞ്ഞൊക്കെയാണ് ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റഷ്യ എന്ന് പറയുന്ന നല്ലവനായിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ അതിനെ ടെറർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതേ സാധനം ഇറാന് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വലതുപക്ഷത്തിന് പ്രശ്നമില്ല, പക്ഷെ റഷ്യ ചെയ്യുന്നത് പറയുമ്പോൾ വലതുപക്ഷത്തിന് പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ സ്വന്തം രാജ്യത്ത് തന്നെ പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി സ്വന്തം രാജ്യത്ത് തന്നെ ആൾക്കാരെ കൊന്ന ആൾക്കാരാണ് റഷ്യക്കാർ. USSRന്റെ സമയത്ത് സ്വന്തം രാജ്യത്ത് തന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ റേഡിയേഷൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. അത് റഷ്യന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഫിൻലൻഡിനും ഈ പറഞ്ഞ പോലെ ബാൾട്ടിക് കൺട്രീസിനൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ റേഡിയേഷൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റഷ്യയിൽ നിന്ന് കാലഹരണപ്പെട്ട് പോയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ചെർണോബൈൽ എന്ന് പറയുന്ന പവർ പ്ലാന്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സീരീസുകളൊക്കെ ഉണ്ട്, പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഈ പവർ പ്ലാന്റ് ഇപ്പോഴത്തെ യുദ്ധം കാരണം വീണ്ടും അവിടെ ന്യൂക്ലിയർ റേഡിയേഷൻ വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ സ്റ്റീൽ കണ്ടെയ്നർ വെച്ചിട്ട് ആ പ്ലാന്റ് സുരക്ഷിതാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ ബോംബ് സ്ഫോടനങ്ങളൊക്കെ കാരണം, ഈ ഓൺഗോയിങ് യുദ്ധം കാരണം അതിപ്പോൾ വീണ്ടും ആ സ്റ്റീൽ പ്ലാന്റ് അൺസ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത പറയുന്നത്. എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഉക്രൈനിൽ നിന്ന് തന്നെ സ്ത്രീകളെ കൂടുതലായിട്ട് മിലിറ്ററി റോൾസിലോട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത്. ഇത്രയും വാർത്തകളാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ആരിഫ് ഭായ്. ഇനി ഏഷ്യ ആഫ്രിക്കയാണ്, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് തുടരാം. കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള ഏഷ്യയിൽ നിന്നുള്ള വാർത്തയാണ്. ചൈനയാണ് പ്രാവശ്യം. അപ്പോൾ ചൈന ഈ പറഞ്ഞ പോലെ ടെറർ സ്റ്റേറ്റ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, കാരണം ഡയറക്ട്ലി ചൈന ആരായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. പക്ഷെ ഇൻഡയറക്ട്ലി യൂറോപ്പിലും വെസ്റ്റിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഇന്ത്യയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈന നോക്കുന്നുണ്ട്. ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പക്ഷെ ഡയറക്ട്ലി വാറിലല്ല, അതുകൊണ്ട് നമ്മൾ ടെറർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമാണ്, ഡിക്റ്റേറ്റർഷിപ്പാണ്, അത് താഴെ ഇറക്കേണ്ട സംഭവം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോങ്കോങ്ങിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽസിന്റെ കറപ്ഷൻ കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അപ്പീസ്മെന്റിന്റെ ആൾക്കാരായിട്ടുള്ള പിന്നെ ഹോങ്കോങ് ഒരു സെൽഫ് ഗവൺമെന്റ് പ്രവിശ്യയാണ്, പക്ഷെ ചൈനയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഹോങ്കോങ്ങിലുള്ള ഭരണകൂടം പിന്നെ ഇപ്പോൾ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീന്റെ
പിന്നെ പപ്പറ്റ്സ് ആണുള്ളത്. അപ്പൊ ഈ ഹോങ്കോങ്ങിലെ ആ ഒരു ഭരണകൂടത്തിന്റെ കറപ്ഷൻ കാരണമാണ് ഇപ്പൊ 159 പേര് ഹോങ്കോങ്ങിൽ മരണപ്പെട്ടത് ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതുപോലെയാണ് ടിയാൻമെൻ സ്ക്വയറിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചൈനീസ് ഗവൺമെന്റിനെതിരെ പിന്നെ സമരം നടത്തുകയും അവർക്കെതിരെ പിന്നെ ശക്തമായിട്ട് ഗവൺമെന്റ് പിന്നെ അവരെ തച്ചുടയ്ക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ആ പ്രൊട്ടസ്റ്റിനെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്തു. അതായത് ഇൻകാർസറേറ്റ് ചെയ്ത് കൊന്ന് ഒടുക്കിയിട്ടൊക്കെ ഇല്ലായ്മ ചെയ്തു അതിനെ. അപ്പൊ ആ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പൊ വീണ്ടും ഉണ്ടാവുന്ന ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസ് കാരണം. അതായത് ഇവർക്കൊക്കെ ഉള്ളിൽ ദേഷ്യം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭരണകൂടത്തിനെതിരെ. ഡെമോക്രസി അല്ലാത്തത് കൊണ്ട് തന്നെ വോട്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കുറെ കാലമായിട്ട് ഭരിച്ചുകൊണ്ട് അവരുടെ താന്തമിത്തരൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് ഇങ്ങനെ പേടി കൊണ്ട് മിണ്ടാതിരിക്കുക, ഇങ്ങനത്തെ പല ഇഷ്യൂസ് വരുമ്പോൾ പുറത്ത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ആൾക്കാർ ഈ പറഞ്ഞതുപോലത്തെ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരുമ്പോൾ ഇത് തിരിച്ച് വരുന്ന സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാസ് ഇഗ്നൈറ്റഡ് ആൻ അപ്സർജ് ഇൻ പബ്ലിക് ആങ്കർ ദാറ്റ് ഈസ് ബെയ്ജിങ്സ് കൺട്രോൾ ഓഫ് ദി ചൈനീസ് ടെറിട്ടറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താ പറയാ, ദുൽഖർമാർക്കും മറ്റേ ലാലിമാർക്കും ഒന്നും നമ്മുടെ സുഡാൻ ആവശ്യമില്ലല്ലോ. പക്ഷെ സുഡാനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഡാൻ സിഡൻ വാർ ക്രൈം, ഗേൾസ് ടാർഗറ്റഡ് ആസ് സെക്സ്വൽ വയലൻസ് ഫ്യൂൽസ് മാസ് എക്സോഡസ്. ഏത് കാക്കാമാര് ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്ന അതേ പരിപാടികൾ, പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ. UK നമ്മൾ കണ്ടതാണ് ഗ്രൂമിങ് ഗ്യാങ്ങിനെ. യൂറോപ്പിൽ ഇതേപോലെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇതേപോലെ ആഫ്രിക്കയിൽ പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പാഠം പഠിപ്പിക്കുന്ന പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് RSF SAF കൂടി മുസ്ലിം മതങ്ങളുടെ ഭരണകൂടവും അതിന്റെ എതിർവശം നിൽക്കുന്ന RSF കൂടി ഇവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങളെ. മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്ത്രീകളെ പ്രത്യേകിച്ച് ഇതിനൊരു ടൂളാക്കി മാറ്റുന്ന ഒരവസ്ഥ, റേപ്പിനെ ഒരു സെക്സ്വൽ അബ്യൂസിന് റേപ്പിന് ഇങ്ങനത്തെ ഒരു ടൂളാക്കി മാറ്റുന്ന ഒരു അവസ്ഥ. യൂറോപ്പിലല്ല ആഫ്രിക്കയിൽ വേറെ യുദ്ധം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിസ്സായ പോയ വാർത്തകളായിരിക്കും. ഇടതിനും വലതിനൊക്കെ റഷ്യയും എന്താ പറയാ പലസ്തീനൊക്കെ തന്നെ ആവശ്യമുള്ളൂ. വേറെ ആഫ്രിക്കനെ നമുക്കാർക്കും വേണ്ടല്ലോ. അപ്പോൾ ഈ എന്താ പറയാ ഇതൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് വന്ന വാർത്തയാണ്. ഈ റുവാൻഡ എന്ന് പറയുന്ന സ്ഥലം കാലങ്ങളായിട്ട് രണ്ട് രാജ്യങ്ങളിൽ അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, റുവാൻഡ ആൻഡ് കോങ്കോ. അത് ഈ റുവാൻഡ എന്ന് പറയുന്ന രാജ്യവും കോങ്കോ എന്ന് പറഞ്ഞ രാജ്യവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റുവാൻഡ, ഇതാണ് കോങ്കോ. ഈ ഒരു സ്ഥലത്ത് ബൗണ്ടറി പറഞ്ഞിട്ടാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോങ്കോ ഒരു വലിയ രാജ്യമാണ്, റുവാൻഡ ഒരു ചെറിയ രാജ്യമാണ്. അപ്പൊ ഇവർ രണ്ടാളും തമ്മിലുള്ള ബൗണ്ടറി തർക്കം കാരണം ഇതിന്റെ ഇടയിൽ കൂടി കയറി ഗോളടിക്കാൻ നോക്കുകയാണ് ഐസിസ്. ഈ ഐസിസിന്റെ വാർത്തകളാണ് നമ്മൾ കോങ്കോയിൽ നിന്നിട്ടും അടുത്ത് കേട്ടത്. പിന്നെ അവിടെ ആൾക്കാരെ ഐസിസ് കൊന്നൊടുക്കി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി നമ്മൾ കണ്ടത്. നൈജീരിയ നമ്മൾ കേട്ടു, പിന്നെ ഇപ്പൊ നമ്മൾ സുഡാനിലത്തെ വായിച്ചു. അതുപോലെ തന്നെ കോങ്കോയിലും ഇതിന് മുന്നേ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് ആ ഒരു കൊളാപ്സിന്, ആ ഒരു കോൺഫ്ലിക്റ്റിന് കാരണം, അതിന്റെ ഇടയിൽ കൂടി ഐസിസിന് കടന്ന് കളിക്കാൻ കാരണം ഈ പറഞ്ഞതുപോലെ ഈ ബോർഡറിൽ ഈ റുവാൻഡയും കോങ്കോയും തമ്മിൽ അടി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗവൺമെന്റ്സിന്. അപ്പൊ അവര് ഐസിസിലോട്ട് പോയി ചേരുന്ന ഒരു പ്രവണത, ആ ഒരു ഇൻഹറന്റ് ഡിസെൻജാൻമെന്റ് അതിന് പിന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. ഇസ്ലാം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് താലിബാന് അഫ്ഗാനിസ്ഥാനിൽ വളർന്നതും, ഐസിസ് ഇറാഖിൽ വളർന്നതും, സിറിയയിൽ ജോളാനി വളർന്നതും, അൽ-ഖ്വയ്ദ ഈ പറഞ്ഞ പോലെ ഇറാഖ് സിറിയ ഭാഗങ്ങളിൽ വളർന്നതും. ചരിത്രം നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്.